കരഞ്ഞു പണ്ടോറായിട്ടോ കഴിഞ്ഞു സ്വപ്നം കണ്ടോണ്ടിരിക്കണം. എന്നാലും താക്കോല് കളയണ്ടായിരുന്നു. മണ്ടത്തരമായി പോയി. അഞ്ചാട്ടേക്ക് അറിയാറ്റ അണ്ണതേ അവന്മാര് ഞാനൊന്ന് കിടന്നോട്ടെ. നീ എന്റെ മുഖത്ത് റോക്കറ്റ് കളിക്കും. എങ്ങോട്ടാണ് നോക്കുന്നത്? അണ്ണന്റെ റോക്കറ്റിലോട്ട് അല്ല മുഖത്തോട് നോക്കണം. മോനെ പോത്താ, ഇന്ന് റോക്കറ്റല്ലേ വിട്ടുള്ളൂ. നാളെ ചിലപ്പോ ഞങ്ങൾ ആറ്റം ബോംബ് വിട്ടെന്നിരിക്കും കേട്ടോ. ഇപ്പഴേ വിട്ടടേ. സോറി, കടലായിരുന്നു. നമ്മുടെ ഓട്ടോയുടെ ഹെഡ്ലൈറ്റ് ആരണ്ട് പൊട്ടിച്ചെണ്ണ. മൈ ഗോഡ്. അണ്ണാ, അണ്ണന്റെ ഹെഡ്ലൈറ്റ് അണ്ണ പൊട്ടിച്ചു. ഇവന്മാര് തന്നെ പൊട്ടിച്ചു. എന്തെങ്കിലും പറയണ. ഇത് ഇവിടെ തീർന്നെന്ന് വിചാരിക്കണ്ട. തീർന്നില്ലെങ്കിൽ നിന്നെയൊക്കെ അടുത്ത ഉത്സവത്തിനെടുത്തോളാം. കഴിഞ്ഞ കഴിഞ്ഞോ? ചിറ്റയുടെ മോന് മോനെ ശ്രീ ബിജു, നീ ഞങ്ങളുടെ പൊന്നാവരം കോട്ട കേറി പെഞ്ചാമരം വീശല്ലേ. മാധവോ, എന്തോ നമ്മുടെ പലിശ കണക്ക് നോക്കിയപ്പോഴേ മൊത്തത്തിലൊരു നഷ്ടക്കണക്കാണല്ലോ. ഗോവാച്ച, മാധവന്റെ നഷ്ടക്കണക്ക് കൈയോടങ്ങ് വാങ്ങിച്ചു. അയ്യോ, ഞാനത് വീട്ടിലേക്ക് അങ്ങ് എത്തിച്ചോളാം മേനോ സാറേ. ശരി ശരി. പാടം ഭയങ്കര ബോറാണല്ലോ. പിള്ളേർക്ക് കാണാൻ പറ്റിയ ശ്രീരാമ പട്ടാഭിഷേകം, ഭക്തപ്രഹ്ലാദ, അങ്ങനത്തെ പടങ്ങളൊന്നും തൻ്റെ കയ്യിലില്ലേ? അല്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ ഈ അടിയിടിയും മരഞ്ചുറ്റി പ്രേമൊക്കെ ആണല്ലോ മേനോ സാറേ താല്പര്യം. ഗോവാച്ച, നോക്കി നിൽക്കാതെ വണ്ടി എടുക്ക്. ശ്രീദേവി ഞാന് വെറും പൊട്ടനല്ല കേട്ടാ. പോയി എത്ര വേനെന്നറിയോ? ഇതല്ല വിളിച്ചോ വിളിച്ചോ. നീ പറഞ്ഞത് ശരിയാടാ. ആളുകളൊക്കെ ഇപ്പൊ ടൗണിൽ പോയി സിനിമ കാണാൻ തുടങ്ങി. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ വിചാരിച്ച ടൗണിലെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കാനും പറ്റില്ല. പുതിയ പടങ്ങൾ വന്ന ആളുകൾ വരും. അല്ല മാധവേട്ടാ, ദേ ഉത്സവം എത്താറായി. പുതിയ ഉത്സവപ്പടത്തിന്റെ കാര്യം എന്തായി? പുതിയ റിലീസ് പറഞ്ഞിട്ടുണ്ട്, കിട്ടാനും പ്രയാസമില്ല. പിന്നെന്താ? പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ടടാ. ഈ ഞാനിവിടെ ഉള്ളപ്പോ എന്ത് പ്രശ്നമാണ് നിനക്ക്? ഇനിയിപ്പോ പഞ്ചായത്തിൽ നിന്ന് ടാക്കീസ് നോക്കാൻ ആള് വരും. ഇൻസ്പെക്ഷനെ ഇപ്പൊ ഉള്ള സൗകര്യം വെച്ച് റിലീസ് കിട്ടാൻ പാടാ. വരട്ടെ മാധവേട്ടാ, ഉത്സവ കമ്മിറ്റി ഒന്ന് കഴിയട്ടെ. ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ കുറച്ച് അഡ്വാൻസ് കിട്ടും. ബാക്കി നമുക്ക് ഭഗവാനോട് ചോദിക്കാം. ഇപ്പൊ തന്നെ കുറെ കൊടുക്കാനുണ്ട്. ഇന്നാണെങ്കിൽ അയാൾ ഏതാണ്ട് ഒരു അർത്ഥം വെച്ച് സംസാരിക്കുകയും ചെയ്തു. എനിക്കാണ് അയാളെ കാണുന്നത് തന്നെ ചൊറിച്ചില്ല. ഇവൻ ആരുടെ ഈ ഭഗവാൻ എന്ന് പേരിട്ടത്? നിനക്കാരടാ നീറന്ന് പേര്? അതിവിടെ കുറെ ഒന്നും പറയുന്നില്ല. കലക്കി. എന്ത് കലക്കി? സാധനം കലക്കിന്ന്. മാനം കറുത്തേ മനവും കറുത്തേ ഇടിവെട്ടി പേമാരി പെയ്യണ്. ഗ്യാസ് തിരിച്ചു ചേരുമ്പോഴേ ഈ എന്തേലും കമുകുന്തോട്ടവും കയ്യാലകളും വിനയൻ ശ്രീദേവി കാസറ്റ് പ്രണയത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടേയിരുന്നു. എടാ പോത്താ, ഒരു പൊടിക്ക് ജീവൻ ബാക്കി വെച്ചേരവന്റെ.
കറണ്ട് പോയാ എണ്ണ ഉണ്ടല്ലോ 32 ഗുഡ് ബോയ് 33 ആയിരുന്നു. എന്നാ പിന്നെ നിനക്ക് അവനെ അണ്ണാക്കി കയറി കൊടുക്കാൻ പറ്റായിരുന്നോ? അതേടാ കിട്ടി, ഇവന് കിട്ടി. കല്യാണത്തിന് പോവല്ലേ പിടി. ആരും പിടിക്കണ്ട, ധൈര്യമുള്ളവൻ ഇങ്ങോട്ട് വാടാ. കാണിച്ചു തരാം. ഉണ്ണിമൂരികളെല്ലാം കൂടി ഈ നേരത്തെ എങ്ങോട്ടാടാ? കാറ്റൊക്കെ ഒന്ന് കൊള്ളാൻ. എന്താടാ ഇതുണ്ടോ, ഇത് ഇങ്ങനെ ആക്കി ഉമ്മാരു. ഇതിലേതവനാടാ ഇതിങ്ങനെ ആക്കിയത്? ചകിരി തല എലിവാലി മീശക്കാരൻ ഇവനാ? ആ അവൻ തന്നെ. ഇങ്ങ് വാടാ, വാടാ ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാടാ. ഇത് മൊത്തം കറക്കി അകത്ത് കയറ്റിട്ട് നീ പോയാ മതി. അതെ. എവിടെടാ ബാക്കി അലവലാദികൾ? കാണാനില്ല. പെട്ടെന്ന് ചെയ്യടാ. അണ്ണാ ലോലനെ പിടിച്ച്. ലോലൻ നമ്മുടെ മുത്താടാ. വിടല്ലേ, ഞങ്ങള് വരുന്നുണ്ട്. ഇന്ന് പിന്നെ എന്റെ 16 അടി യന്ത്രം ഞാൻ നടന്നു. വേഗം വിടറാ. കേറ്റടാ അങ്ങോട്ട്. അയ്യോ, ഇൻഡിക്കേറ്ററോ ഇൻഡിക്കേറ്ററോ ഇല്ലേ? നസീറേ, നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ട. ഞങ്ങളും പുറത്തുനിന്ന് കുട്ടികളെ വിളിക്കും. എന്നാ വിളിച്ചോണ്ട് വാടാ ഊള ബിജു. വിളിക്കടാ ഊളെന്നു. വിളിക്കടാ ഊളേന്ന്. അണ്ണാ ലോലം വിളിക്കുന്നു. ഇവരെന്തുകൊണ്ടോ വയ്യ എടുത്തോളാം. ശരിക്കും വിളിയടാ. ചൂലിട്ടാട്ടാതടാ. അഭിനയനെ കണ്ടോ നീ? കമ്മിറ്റി അല്ലേ, കവലേ കാണൂ. ആ പോ. ഇനി കമ്മിറ്റി കഴിഞ്ഞിട്ട് മതി കക്കൂസ് വഴികൾക്ക്. നമ്മുടെ മമ്മൂക്കാക്കേ ആൺകുട്ടി പറഞ്ഞെന്ന് ആഹാ, പേര് കിട്ടു. എന്താ ദുൽഖർ സൽമാൻ. ഓഹോ, കൊള്ളല്ലേ? പിന്നെ 86 പത്രം എടുത്തവൻ ഉണ്ടാക്കുക. ദുൽക്കുമോനെ ഇപ്പൊ വയസ്സ് 4 എന്തായാലും വളർന്നു വലുതാകുമ്പോഴേ അവൻ മുറ്റ് ഗ്ലാമർ ആയിരിക്കും. കീരിക്കാടൻ ജോസിനെ പോലെ. എന്താ കീരിക്കടൻ ജോസ് ആരാടാ? നിന്റെ അച്ഛനാ? കോണലോളിയോ എന്റെ അപ്പൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ കീരിക്കാടൻ ചേട്ടനെ പറ്റി പറഞ്ഞാട്ടല്ലോ പന്നി. എന്താടാ എന്താ കമ്മിറ്റി കേടുന്നില്ലേ? ലിസ്റ്റ് എടുത്തോണ്ടിരിക്കുക. സൂണായിട്ട് വിട്ടോ, ഞങ്ങൾ എത്തിക്കോളാം. ആ ശരി. എടാ ക്ലിപ്പിരെ, ഇവിടെ ഇരുന്ന് അധികം ക്ലിപ്പിക്കാതെ നേരെ ടാക്കീസിലേക്ക് ഇന്ന് ഇൻസ്പെക്ഷൻ ആള് വരുന്നോ? ഇഞ്ചക്ഷനാ മാധവേട്ടനപ്പോ എന്ത് കുത്തിവെക്കാനാ? ഇറങ്ങി പോരട്ടാ. ഇറങ്ങിട്ടാ. यही है वो इलाका जहाँ लोग तुम्हें जानते हैं. अब न तो वर्दी है न कुर्सी. इलाका तुम्हारा है और मैं अकेला हूँ. നമ്മുടെ ഗഗൻ गगन